വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. നമ്മളെല്ലാവരും ബി.എഡും TTC ഒക്കെ കഴിഞ്ഞവരാണല്ലേ. ഇനി നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ CAT ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. CAT കാറ്റഗറി 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് CAT 1 കാറ്റഗറി 1ന്റെ സൈക്കോളജി സിലബസുമായിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ CAT കാറ്റഗറി 1ൽ സൈക്കോളജി എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. സൈക്കോളജി, നമുക്ക് ചിലർ സൈക്കോളജി പാടുള്ളവരുണ്ടാവും, ചിലപ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ളവരുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് സൈക്കോളജി നോക്കാം. സൈക്കോളജി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി 30 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ എൻ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇനി അതായത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ്, അതായത് അതിൽ തന്നെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ഈ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗിൽ എന്തൊക്കെ വരുന്നു എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പേര് തന്നെ നോക്കിയാൽ അറിയാം അല്ലെ, ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് കണ്ടാൽ അറിയാം. ശിശു വികാസനം അല്ലെ, ശിശു വികസനം എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ TTC കഴിഞ്ഞവരുണ്ടാവും, അതുപോലെ തന്നെ B.Ed ഒക്കെ കഴിഞ്ഞ് ഒരുപാട് വർഷം ആയി, അത് കഴിഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ CAT എഴുതാൻ പോകുന്നവരുണ്ടാവും. അവർക്കായിട്ട് അല്ലെങ്കിൽ അവരും അതുപോലെ തന്നെ മറ്റുള്ളവരും ഓർത്ത് വയ്ക്കേണ്ട, ഇതിന് മുന്നേ ഈ സിലബസിന് മുന്നേ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം മനഃശാസ്ത്രം എന്താണ്, അതുപോലെ തന്നെ മനഃശാസ്ത്ര ചിന്താധാരകൾ, സ്ട്രക്ചറലിസം, ബിഹേവിയറലിസം, ഇതൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് സിലബസിലേക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ്, ഇതിൽ തന്നെ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് 1 വരുന്നത് മെത്തേഡ് ഓഫ് സ്റ്റഡിങ് ചൈൽഡ് ബിഹേവിയർ. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ബിഹേവിയർ പഠിക്കാനായിട്ടുള്ള മെത്തേഡുകളാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റ്, അതുപോലെ തന്നെ ഇന്റർവ്യൂ. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഇതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചു കണ്ടതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ചൈൽഡ് ഡെവലപ്മെന്റ്, കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് എന്താണെന്ന് പഠിക്കണം. ഇനി അതുപോലെ തന്നെ പഠിക്കുന്നത് അതിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പ്രിൻസിപ്പിള്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ് വികസന ഘട്ടങ്ങൾ, അതുപോലെ തന്നെ വികസന തലങ്ങൾ. ഈ വികസന തലത്തിൽ തന്നെ ശാരീരിക വികസനം, അതുപോലെ തന്നെ മാനസിക വികസനം, അതുപോലെ തന്നെ ചാലകശേഷി വികസനം, അങ്ങനെ പല വികസനങ്ങൾ, വൈജ്ഞാനിക വികസനങ്ങൾ, ഇതൊക്കെ വരുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ പിയാഷെയുടെയും അതുപോലെ തന്നെ എറിക്സൺ, ബ്രൂണർ, ഇതിൻ്റെയൊക്കെ തിയറികൾ വന്നു പോകുന്നുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ എറിക്സന്റെ ഒക്കെ തിയറിയിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചോദിച്ച് കണ്ടതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ച് കണ്ടേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിക്കണം. ഇനി അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഹെറിഡിറ്ററി ആൻഡ് എൻവിറോൺമെന്റ്. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹെറിഡിറ്ററി എൻവിറോൺമെന്റ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എന്താണ് പാരമ്പര്യം എന്നൊക്കെ വളരെ കറക്റ്റായിട്ട് പഠിക്കാം. ഇത്രയും പഠിച്ചാൽ ഒരു സെക്ഷനായി നിങ്ങൾക്ക്. ഓക്കെ, ആ സൈക്കോളജിയുടെ ഒരു സെക്ഷനാണ് നിങ്ങൾ ക്ലിയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം നെക്സ്റ്റ് ഇനി CAT വരാൻ പോകുന്നത് ചിലപ്പോൾ ഒക്ടോബർ, അതുപോലെ തന്നെ നവംബർ, ആ ഒരു മാസത്തിലായിരിക്കും. അപ്പം ഇപ്പോഴേ തൊട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ, ഒരു വർക്കിംഗ് പ്ലാൻ കാണുക. അതായത് ഒരാഴ്ച നിങ്ങൾ എടുത്ത് വളരെ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യം പഠിക്കേണ്ടത് ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, അതുപോലെ തന്നെ ഇന്റർവ്യൂ, സൈക്കോളജിക്കൽ ടെസ്റ്റ്, ഇതൊക്കെ പഠിക്കാം. ഇനി അതുപോലെ തന്നെ ഡെവലപ്മെന്റ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അത് കറക്റ്റായിട്ട് പഠിക്കാം. അതിനകത്ത് നമ്മുടെ ചാലകശേഷി വികസനം, അതുപോലെ തന്നെ വൈജ്ഞാനിക വികസനം, പിയാഷെ, അതുപോലെ തന്നെ എറിക്സൺ, ഇവരുടെയൊക്കെ തിയറികൾ വന്നു പോകുന്നുണ്ട്. അതൊക്കെ പഠിക്കാൻ സമയമുണ്ട്. അതൊക്കെ പഠിക്കാനായിട്ട് ഒരാഴ്ച നിങ്ങൾ സമയമെടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അതൊക്കെ കറക്റ്റായിട്ട് നിർബന്ധമായിട്ട് തന്നെ പഠിക്കേണ്ട മേഖലകളാണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ്. ഇന്നത്തെ ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, അതിപ്പോൾ നിങ്ങൾക്ക് ഒറ്റ സെക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടി അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. ഇനി വരുന്നത് ലേണിംഗ് ആണ്. ലേണിംഗ്, പഠനം അല്ലേ, പഠനം. ഓക്കെ, ഇതിനകത്ത് ഒരുപാട് ലേണിംഗ് തിയറികൾ വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് രണ്ടാമത്തെ സെക്ഷനായിട്ട് പഠിക്കാം. അതായത് പാവ്ലോവിൻ്റെയും സ്കിന്നറിൻ്റെയും തൊണ്ടേക്കിൻ്റെയും ഒക്കെ തിയറികൾ വന്നു പോകുന്നുണ്ട്. ക്ലാസിക്കൽ കണ്ടീഷനിങ്, ബോണ്ട് തിയറി, ഇതൊക്കെ വന്നു പോകുന്നുണ്ട്. SR അല്ലേ, അതൊക്കെ വന്നു പോകുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇതിൽ നിന്നൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻ ലെവല്
ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടേക്കുന്നതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടേക്കുന്നതാണ്, അത് പഠിക്കാം. ഇനി ഇതിനോടൊപ്പം തന്നെ പഠിക്കേണ്ട ഒരു സാധനമാണ് പഠനതന്ത്രങ്ങൾ, അല്ലേ? പഠനവക്രം, പഠനതന്ത്രം, പഠനവക്രം. അതുപോലെ തന്നെ പീഠസ്ഥലി, പഠന പീഠസ്ഥലി, പീഠസ്ഥലി. ഇനി അതുപോലെ തന്നെ കണ്ടെത്തൽ പഠനം, ഇതൊക്കെ ഈ സെക്ഷനിൽ വരുന്നതാണ്. കണ്ടെത്തൽ പഠനം, ഇതൊക്കെ ഇതിൽ വന്നു പോകുന്നതാണ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്നതാണ് പിയാഷയുടെയും കോൾബർഗിന്റെയും വൈഗോട്സ്കിയുടെ ഒക്കെ തിയറികൾ ഈ ലേണിംഗ് തിയറിയിൽ വന്നു പോകുന്നതാണ്. ഇതും കറക്റ്റായിട്ട് പഠിക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് തിയറി, ലേണിംഗ് തിയറീസുകളാണ് പഠിക്കാനുള്ളത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൺഫ്യൂഷൻ വരുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് സമയമെടുത്ത് നിങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കേണ്ട ഒരു സെക്ഷനാണത്. അതായത് ലേണിംഗ് കൺസെപ്റ്റ് ഓഫ് ലേണിംഗ് തിയറി എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും നിങ്ങൾ പഠിക്കേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ തറമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കാം. ഓക്കെ. അപ്പോൾ പാവ്ലോവിൻ്റെയും സ്കിന്നറിൻ്റെയും അതുപോലെ തന്നെ ഗസ്റ്റാൾട്ട് തിയറികൾ, പിയാഷയുടെയും ബ്രൂണറിൻ്റെയും വൈഗോട്സ്കിയുടെ ഒക്കെ കൊഗ്നിറ്റീവ് ലേണിംഗ് തിയറീസ്, ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. അങ്ങനെ ഒരു ഓർഡറിൽ പഠിച്ചു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്കത് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസ്, ബുദ്ധി, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് 2 തിയറികൾ വരുന്നുണ്ട്. അതായത് സ്പിയർമാൻ്റെയും ഗിൽഫോർഡിൻ്റെയും തേർഡ്സ്റ്റണിൻ്റെയും ഗാർഡൻ്റെയും തിയറി വരുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ബുദ്ധി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്സിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടേക്കുന്നതാണ്. അതുപോലെ തന്നെ ലാംഗ്വേജ് ആൻഡ് തോട്ട്സ്, അതോടൊപ്പം തന്നെ പഠിക്കേണ്ട ഒരു സംഭവമാണ് ലാംഗ്വേജ് ആൻഡ് തോട്ട്സ് എന്ന് പറയുന്നത്. അത് പിയാഷയുടെയും അതുപോലെ തന്നെ ചോംസ്കിയുടെയും വൈഗോട്സ്കിയുടെയും തിയറികളാണ്. ഇത് തന്നെ നിങ്ങളുടെ ശിശു വികസന ഘട്ടത്തിൽ ലാംഗ്വേജ് ആൻഡ് തോട്ട്സ് എന്ന് പറയുന്ന മേഖലയിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് തന്നെ റിപ്പീറ്റ് അടിച്ച് നിങ്ങൾ ഇതിനകത്തും പഠിച്ചു വയ്ക്കുക. പിയാഷയുടെയും ചോംസ്കിയുടെയും വൈഗോട്സ്കിയുടെയും തിയറികൾ ഇതിലും പഠിച്ചു വയ്ക്കുക. ഈ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ പഠിച്ചു വയ്ക്കുക. ഇനി അതുപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ ജെൻഡർ റോൾസ്, ജെൻഡർ ബയാസ്. ഇതും കറക്റ്റായിട്ട് പഠിക്കണം. കാരണം ഇതിൽ നിന്ന് ഈ ജെൻഡർ റോൾസും ജെൻഡർ ബയാസൊക്കെ ഒരുപാട് മാറിപ്പോകുന്ന മേഖലയാണ്. കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ലേണേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെ നമ്മുടെ അസസ്മെൻറ്റ്, ലേണിംഗ് അസസ്മെൻറ്റുകൾ, അതുപോലെ തന്നെ സ്കൂൾ ബേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലേണിംഗ് അസസ്മെൻറ്റുകൾ, അതും കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. അതും പഠിക്കേണ്ട ഒരു മേഖല തന്നെയാണ്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, ഇതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അതായത് ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് എക്സാം നടത്തുന്നു, അത് ഏത് രീതിയിലുള്ള മൂല്യനിർണ്ണയമാണെന്ന് ചോദിക്കാം. ഓക്കെ. അത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചു കണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ രീതിയിലുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ മേഖലയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ തന്നെ വരുന്നതാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, ഇതൊക്കെ ഈ മേഖലയിൽ തന്നെ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിലും നമുക്ക് തിയറികൾ പഠിക്കാനുണ്ട് കറക്റ്റായിട്ട്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറിയും അതുപോലെ തന്നെ ട്രൈറ്റ് അപ്രോച്ച് തിയറിയൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. കാരണം നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ എപ്പോഴും ചോദിച്ചു കണ്ടേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ട്രൈറ്റ് അപ്രോച്ച്, ഇതും മിക്കവാറും തന്നെ ചോദിച്ചു കണ്ടേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ മേഖല കറക്റ്റായിട്ട് പഠിക്കുക. ഇതും ഒരു തിയറിയിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സിദ്ധാന്തങ്ങളിൽ വരുന്ന ഒരു സെക്ഷനാണ്. ഇതും കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മേഖലയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇതിൽ നിന്നും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഒരു കുട്ടി പരീക്ഷയ്ക്ക് തോറ്റതിന് ടീച്ചർ പഠിക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അത് ഏത് രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ആണ് എന്ന് കഴിഞ്ഞ പ്രീവിയസ് എക്സാമിനൊക്കെ ചോദിച്ചു കണ്ടേക്കുന്നതാണ്. അത് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെ ഒരുപാട് കൺഫ്യൂഷനിങ് വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. അതും കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് കോൺസെപ്റ്റ്സ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ഇതിൽ വരുന്നത് 5 ക്വസ്റ്റ്യൻസ് ആണ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എക്സെപ്ഷണൽ ചിൽഡ്രൻ,
അതായത് അസാമാന്യ ശിശു, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. നമുക്കറിയാം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്ന് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഫോർ എക്സാമ്പിൾ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ, അതായത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ PWD ആക്ട്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്, പ്രത്യേക പരിഗണന അറിയിക്കുന്നവരുടെ ആ ഒരു സെക്ഷൻ അല്ലേ, അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് ആദ്യമായിട്ട് കൊണ്ടുവന്നത്, ഗവൺമെന്റ് കൊണ്ടുവന്ന വർഷം അതേതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് രണ്ടാമത് റീപ്ലേസ് ചെയ്ത വർഷം അതും ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ PWD ആക്ടിന്റെ ക്വസ്റ്റ്യൻസുകളല്ല. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക, അത് ഓർക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ്, നെക്സ്റ്റ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ലേണിംഗ് ഡിസബിലിറ്റി. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ട് എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾ കണ്ടേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ. കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ പ്രത്യേക പരിഗണന അറിയിക്കുന്നവരുടെ കുട്ടികളുടെ ആ ഒരു കോവിഡ് കാലഘട്ടത്തിൽ ഗവൺമെന്റ് കൊണ്ടുവന്ന യൂട്യൂബ് ചാനൽ ഏതാണ്? കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, യൂട്യൂബ് ചാനൽ ഏതാണെന്നുള്ളത്. അപ്പം അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സും കൂടി ഇതിലൂടെ നോക്കി പോവുക. ഇനി ഈ കൂട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ, അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻസ്, ഇവരെയൊക്കെ പറ്റി കറക്റ്റായിട്ട് പഠിക്കണം. ഇതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ലേണിംഗ് ആൻഡ് പെഡഗോഗി. നെക്സ്റ്റ് സെക്ഷൻ ആണ് ലേണിംഗ് ആൻഡ് പെഡഗോഗി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുട്ടികളുടെ ആ ഒരു കുട്ടികൾ എങ്ങനെയാണ് ആ ഒരു സ്കൂളുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയുമായിട്ട് പെരുമാറുന്നത്, അവരുടെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ്, അവരുടെ ചിന്തകൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ ആ കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കണം, ഒരു അധ്യാപകൻ എന്താകണം, ഇനി ആ ഒരു അധ്യാപകൻ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നുള്ള മേഖലകളാണ് ഈ പെഡഗോഗിയിൽ കറക്റ്റായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്നത് നമ്മുടെ പിയാഷയുടെയും ബ്രൂണറിൻ്റെയും വൈഗോട്സ്കിയുടെ ഒക്കെ തിയറികളും ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അതും കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു സൈക്കോളജി സിലബസ് എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയ ബാച്ച്, അത് Ktet കാറ്റഗറി 1ന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.